അങ്ങനെ പുറത്തെ സംഭവങ്ങൾ രതീഷ് സിജോയോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. നീ ടോപ്പ് 2-ൽ എത്തും, നീ ജയിക്കണമെന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്, നിന്നെ കൊണ്ടത് പറ്റുമെന്ന് പറഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ട് നിർത്തി മാറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ രതീഷ് കണ്ടസ്റ്റൻ്റ് ആയാലും ശരി തന്നെ ഗസ്റ്റ് ആയാലും ശരി തന്നെ വാണിംഗ് കൊടുക്കേണ്ട സാധനമാണിത്. ഇത്രയും നേരം നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന രതീഷിനെ കണ്ടസ്റ്റൻ്റ് ആക്കണം എന്നായിരുന്നു. പക്ഷേ ഈ സ്വഭാവം കണ്ടിട്ട് രതീഷ് ഗസ്റ്റ് തന്നെയാണ്, വീട്ടുകാർ ആക്റ്റീവ് ആക്കാൻ വന്നതെന്നാണ് തോന്നുന്നത്. കാരണം പുറത്തെ സംഭവങ്ങൾ എക്സാക്ട് എന്താണോ അതുപോലെ തന്നെ സിജോയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുറത്ത് ഇങ്ങനെയാണ്, നിനക്ക് അവിടെ വരെ എത്താൻ പറ്റും, എൻ്റെ 2 മക്കളാണേ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യവും സിജോയോട് മാറ്റി നിർത്തി പറഞ്ഞു കൊടുത്ത് ഇവർ രണ്ടുപേരുടെ ഒത്ത് കളിക്കാൻ പോവാണ്. ഇവർ ഒത്ത് കളിക്കുന്നതൊക്കെ ഓക്കെ, സിജോ ഈസ് എ ഗുഡ് പ്ലെയർ, രതീഷ് ഈസ് എ ഗുഡ് പ്ലെയർ, എല്ലാവരും ഓക്കെയാണ്, നല്ല പ്ലെയേഴ്സ് തന്നെയാണ്, ഗെയിമേഴ്സ് തന്നെയാണ്. പക്ഷേ ഈ പുറത്തെ സംഭവങ്ങൾ അകത്ത് വന്ന് പറയുന്നതിനോട് എനിക്ക് അന്നും യോജിപ്പാണ്, ഇന്നും യോജിപ്പാണ്. അത് മലയാളം ബിഗ് ബോസിൽ, ഹിന്ദി ബിഗ് ബോസിനല്ല, മലയാളം ബിഗ് ബോസിൽ രണഭൂമി ടാസ്ക് വന്നിരിക്കുകയാണ്. ചലഞ്ചിങ് ടാസ്ക് ആണ്. ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? സൂപ്പർ കിടുക്കാച്ചി ടാസ്ക് ആണ്, അടി നടക്കാൻ ചാൻസ് ഉള്ള ടാസ്ക് ആണ്. നമ്മുടെ സീസൺ 3-ലെ നാട്ടുകൂട്ടം ടാസ്ക് പോലെ, അല്ലെങ്കിൽ സീസൺ 2-ൻ്റെ 4-ൻ്റെ ഫോൺ കോൾ ടാസ്ക് പോലെ, കോടതി ടാസ്ക് പോലെ ഒന്ന് വിചാരണ ചെയ്യാൻ പറ്റുന്ന ലെവലുള്ള ടാസ്ക്കാണ്. കാരണം നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ മെൻ്റലി നമുക്ക് തളർത്താം, പിന്നെ കളർ ബോംബ് ഉണ്ട്, അത് എറിഞ്ഞുകൊണ്ടും തകർത്താം. ഈ 2 വേ ആണ് ഈ ടാസ്കിൽ യൂസ് ചെയ്യാനുള്ളത്. എല്ലാവരും ലൈവിൽ ഇപ്പോൾ എന്തോന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ലൈവിൽ ആദ്യം തന്നെ സിജോയും വിളിച്ചുകൊണ്ട് രതീഷ് ബാത്റൂമിൻ്റെ സൈഡിലുള്ള ഡ്രസ്സിംഗ് റൂമിലോട്ട് പോകുന്നു. നിനക്ക് ഇവിടെ കളിക്കാൻ പറ്റത്തുള്ളൂ, ഇനി നീ കാട്ടുതീ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നീ കാട്ടുതീയാണെന്നുണ്ടെങ്കിൽ നീ അത് പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. സിജോ, എൻ്റെ 2 മക്കളാണേ സത്യം. ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാം, നിനക്ക് ടോപ്പ് 10 അല്ല, ടോപ്പ് 5 അല്ല, ടോപ്പ് 2 വരെ എത്താൻ പറ്റും. ഞാൻ പറയുന്നത് നീ എഴുതി വെച്ചോ. എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല, ഞാനിപ്പോൾ ഇവിടുത്തെ ഗസ്റ്റാണ്. ഞാൻ ഇനി ഇവിടുത്തെ ഗസ്റ്റ് അല്ല എങ്കിൽ പോലും നിനക്കറിയാം എനിക്ക് ജയിക്കാൻ പറ്റൂല ഇനി. പക്ഷേ നിനക്ക് ജയിക്കാൻ പറ്റും, നീ ടോപ്പ് 2 വരെ എത്തും. ഞാൻ ജിൻഡോയുടെ അടുത്തൊന്നും ഈ കാര്യം പറഞ്ഞിട്ടില്ല, നിൻ്റെ അടുത്താണ് ഈ കാര്യം പറഞ്ഞത്. ഡ്രസ്സിംഗ് റൂമിലുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാവൂ, നീ ഇതെല്ലാം കേൾക്കണം. സിജോ മിണ്ടാതെ നിന്ന് കേൾക്കുവാണ്. രതീഷ് മൊത്തം സാധനങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പുറത്ത് ഇങ്ങനെയാണ്, നീ കാട്ടുതീയായിട്ട് വന്നതാണ്, അപ്പോൾ നീ നിൻ്റെ കാട്ടുതീ നീ എടുത്ത് പറയണം. നീ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നീ അത് കാണിക്കുക. അത് കാണിക്കാത്തിടത്തോളം കാലം നിനക്ക് ഈ നെഗറ്റിവിറ്റി വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നീ ഇനി കാട്ടുതീ എന്നുള്ള വേർഡേ മിണ്ടരുത്, നീ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം നീ കാണിക്കാന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് പുറത്ത് നടക്കുന്നത് പല ഹിൻഡ് ഓപ്പൺ ആയിട്ടാണ് വന്ന് ആ ഒരു ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഇനി ഞാനും നീയും കൂടെ ഇവിടെ തമ്മിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് സ്ക്രിപ്റ്റ്ലി ചെയ്യണം. അത് കണ്ട് ഇവിടുത്തെ വീട്ടുകാരെ ആക്റ്റീവ് ആക്കണം. സീസൺ 6-നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സീസൺ 6-നെ രക്ഷിക്കണം. നീ കൂടി ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിനക്ക് കപ്പ് ഉറപ്പായിട്ടും കിട്ടും. കപ്പ് നിനക്കേ കിട്ടും, കാരണം നീ ഇപ്പം തന്നെ ടോപ്പ് 2-ലുണ്ട്. അപ്പം നിനക്ക് കപ്പ് കിട്ടും, കാരണം അമ്മാതിരി പ്ലേ ആണ് നീ കളിക്കുന്നത്. പക്ഷേ ഈ കാട്ടുതീ കേസാണ് നിനക്കിപ്പോൾ നെഗറ്റീവായി കിടക്കുന്നത് എന്നുള്ള ലെവലിൽ രതീഷ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. പറഞ്ഞു കൊടുത്തതൊക്കെ നല്ലതാണ്, സിജോയ്ക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഒരു ഗസ്റ്റ് എന്നുള്ളൊരു ലെവലിൽ ഈ വക കാര്യങ്ങൾ പുറത്ത് ടോപ്പ് 2 എന്നൊക്കെ പറഞ്ഞ് എടുത്ത് പറയുന്ന ആ ഒരു കാര്യങ്ങൾ, ഒന്നാമത്തെ സിജോയ്ക്ക് ഓവർ കോൺഫിഡൻസ് ആവും, രണ്ടാമത്തെ സിജോ മര്യാദയ്ക്ക് കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ മുതൽ, അത് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു ലെവലിൽ രതീഷ് മക്കളെ കൊണ്ടൊക്കെ സത്യം സിജോയെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ആ സ്പോട്ടിൽ ഞാൻ സിജോ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു സീനുണ്ട്. സിജോ ആകെ മൊത്തം കൺഫ്യൂഷനെ, ഇതിന് എന്ത് ചെയ്യും, ഇയാൾ പറഞ്ഞ സത്യമാണ്, ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. എന്നിട്ട് സിജോ ഇതെല്ലാം ഉൾക്കൊള്ളുന്നു. നേരെ വന്ന് ഗബ്രിയുടെ അടുത്തും അർജുൻ്റെ അടുത്തും അഭിഷേക് ശ്രീകുമാറുണ്ട്, ഇവരുടെ അടുത്ത് ഉൾട്ട അടിക്കുന്നു. രതീഷ് ഗസ്റ്റ് അല്ല, കണ്ടസ്റ്റൻ്റ് ആണ്, ഗെയിമറായിട്ട് തന്നെ ഉറപ്പ് തന്നെ. എനിക്ക് മനസ്സിലായ അങ്ങനെ തന്നെ സംസാരിച്ചിട്ട് നേരെ ഉൾട്ടയടിച്ച് സിജോ കളി തുടങ്ങി. എനിക്കത് ഇഷ്ടപ്പെട്ടു. രതീഷ് പറഞ്ഞു കൊടുത്തൊക്കെ തെറ്റ് തന്നെ, ഓക്കെ. പക്ഷേ സിജോ കളി തുടങ്ങി വെച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താവും ഏതാവും. ഇവർ തമ്മിൽ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു അടി ഉടനെ നടക്കും. സിജോയും രതീഷും അത് വീട്ടുകാരെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അവർ പാട്ടും ഡാൻസും കൂത്തും അന്താക്ഷരിയും ദംസാക്ഷ കളിച്ചിരിക്കുകയാണല്ലോ. ഇത് ഒരു വശത്ത് നടക്കുവാണ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ബിഗ് ബോസ് നമ്മളെ വാൺ ചെയ്യണം എന്ന് രതീഷും സിജോയും ക്യാമറ നോക്കി പറയുന്നുണ്ട്. എന്തെങ്കിലും സജഷൻസോ നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ നമ്മളെ കൺഫഷൻ റൂമിൽ വിളിച്ചുകൊണ്ട് ബിഗ് ബോസ് അത് നേരിട്ട് പറയണം, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് അങ്ങനെയൊന്നും പറയുന്നില്ല. അതിനുശേഷമാണ് ടാസ്ക് വരുന്നത്. സിജോയാണ് ടാസ്ക് വായിക്കുന്നത്. രണഭൂമി എന്നാണ് ടാസ്കിൻ്റെ പേര്. ഇന്ന് ബിഗ് ബോസ് ഇവിടെ ഒരു യുദ്ധക്കളമായി മാറാൻ പോവുകയാണ്. ശത്രു രാജ്യത്തിൻ്റെ ആക്രമണത്തിൽ നിങ്ങൾ തകരാതെ ശത്രു രാജ്യങ്ങളെ നിങ്ങൾ തകർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. വിജയക്കൊടി നിങ്ങൾ പാറിക്കണം.
ടാസ്കിലെ യുദ്ധമാണ്, വീട്ടിലെ യുദ്ധമല്ല. ചാക്കുകൾ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സംരക്ഷണ കവചവും കളർ ബോംബും തോക്കുകളുമാണ് നിങ്ങൾക്കുണ്ടായിരിക്കുക. പേരെഴുതിയ കളർ ബോംബുകൾ ഓരോ ടീംസിനും ഉണ്ടാകും. ബസർ അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ തോക്കും നിങ്ങളുടെ ഷീൽഡും എടുത്ത് നിങ്ങൾ പൊക്കി പിടിച്ച് നിങ്ങളുടെ ദേഹത്തൊന്നും കൊള്ളാത്ത രീതിക്ക് നിൽക്കണം. ശാരീരികമായി ആക്രമിക്കുന്നത് പോലെ അല്ല ഇത്. മാനസികമായി നിങ്ങൾക്ക് നിങ്ങളുടെ എതിർ ടീമിലുള്ള കണ്ടസ്റ്റൻസിനെ പ്രകോപിപ്പിക്കാനായിട്ടുള്ള അവസരം ഇവിടെ ഉണ്ട്. വാക്കുകൾ കൊണ്ടാണ്. മാത്രമല്ല കളർ ബോംബും നിങ്ങൾക്ക് ബസർ അടിക്കുന്ന നിശ്ചിത സമയത്തേക്ക് എതിർ ടീമിന് നേരെ കളർ ബോംബ് എറിയാം. കളർ ബോംബ് ഷീൽഡ് ഉപയോഗിച്ച് തങ്ങളുടെ ടീമിലെ ചാക്ക് കെട്ടിനകത്ത് വീഴാതെ പരമാവധി തടുക്കാൻ ശ്രമിക്കണം. ബസർ വാർ വാണിംഗ് സൗണ്ട് അവസാനിച്ച് കഴിഞ്ഞാൽ കളർ ബോംബ് എറിയാൻ പറ്റത്തില്ല. വാർ വാണിംഗ് സൗണ്ട് അവസാനിച്ച് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ കളർ ബോംബ് ഏത് ടീമിൻ്റെ ചാക്ക് കെട്ടിനകത്താണോ വീണിരിക്കുന്നത്, അതായത് പരമാവധി നമ്മൾ തടുത്തു എന്നാലും കുറേയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഏത് ടീമിനാണോ എയർ കൊണ്ടത് ആ ടീം ഔട്ടാവും. പിന്നീട് ഏറ്റവും കുറച്ച് ആർക്കാണോ എയർ കൊണ്ടത് അവർ ജയിക്കും. ഒരു ധീര ജവാന് അവസാനം ഒരു സമ്മാനവും ഉണ്ടായിരിക്കും എന്നിങ്ങനെയാണ് ടാസ്ക് പറയുന്നത്. അപ്പം ഇത് എക്സാക്ട്ലി ലൈക്ക് സീസൺ 3 നമ്മുടെ നാട്ടുകൂട്ടൻ ടാസ്ക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം പിടിച്ചു നിർത്തി വിചാരണ ചെയ്യാം. ഇന്നലത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ്. ഓപ്പോസിറ്റ് ടീമിന് അവർ ഇട്ടിട്ട് പോകുന്ന ലെവലിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അവരെ പ്രൊവോക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ടാസ്കിൽ സിജോ നോറയെ പിടിക്കും. എടി നീ കള്ളം പറഞ്ഞു, നീ ഏശനി, നീ പരദൂഷണം എന്നെല്ലാം പറഞ്ഞാൽ നോറയെ 4 പിടി പിടിച്ചു കഴിഞ്ഞാൽ നോറയുടെ നമ്മൾ മെൻ്റലി തളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമോ? ഇല്ല. നമ്മുടെ സീസൺ 5 വൈബർ ഗുഡ് ദേവൂര് മറ്റുള്ള കട്ട എടുത്തില്ലേ, ഫസ്റ്റ് വീക്കിൽ തന്നെ കട്ട എടുത്ത സമയത്ത് വിഷ്ണു പ്രകോപിപ്പിച്ചില്ല, നിന്റെ സോഷ്യൽ മീഡിയ നീ എന്തോന്ന് ചെയ്ത് വെക്കുന്നത്, നീ വലിയ മാഡ് ഗുഡ് വൈബാണോ, നീ എന്തോന്നാണ്, അങ്ങനെയാണ്, നീ എന്നെ കെട്ടിപ്പിടിച്ച് നടന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം ദേവ് പ്രകോപിപ്പിച്ചതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയില്ലേ. അപ്പോൾ ആ സെയിം സാധനം ഇവിടെ യൂസ് ചെയ്യാം. പക്ഷേ എത്ര പേര് ഇത് വീഴുമെന്നറിയില്ല. അപ്പോൾ അതാണ് ടാസ്ക്. എല്ലാവരുടെ ഡ്രസ്സ് മാറാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. ഡെന്ന് ടീമിൻ്റെ തലവൻ ജിൻഡോ, പവർ ടീമിൻ്റെ തലവൻ സായി, നെസ്റ്റിൻ്റെ തലവൻ ആരാണെന്ന് നോക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടോ കാണിക്കുന്നത്. എനിക്ക് അപ്സരയാണെന്നാണ് തോന്നിയത്, അറിയില്ല. ടണൽ ടീമിൻ്റെത് റഷി. ഇത്രയാണ് ഈ ടാസ്കിലെ അപ്ഡേഷൻസ്. ഇനി ബാക്കിയുള്ളവരൊക്കെ ഡ്രസ്സ് മാറാൻ പോയിരിക്കുകയാണ്. എല്ലാവരും പ്ലാനിങ്ങുകൾ നടത്തുന്നുണ്ട്. ഒരു സൂപ്പർ ഫിസിക്കൽ ടാസ്ക്കാണ്. അതിലുപരി ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ടാസ്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ടാസ്കിന് ക്വാളിറ്റി ഉണ്ട്. ഇനി ഇവരിത് എങ്ങനെ കളിക്കുന്നു എന്ന് വെച്ചിട്ടിരിക്കും ഈ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന. അത് നമ്മൾ കാണും. നമ്മുടെ എൻ്റർടൈൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാസ്കും ഇവർ കളിക്കുന്ന രീതിയാണ്. 50% ടാസ്ക് ഈസ് ഓക്കെ. സൂപ്പർ ടാസ്ക്കാണ് ഈ സാധനം, സൂപ്പർ ടാസ്ക്കാണ്. പക്ഷേ ഇത് വീട്ടുകാർ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ട രീതിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ മെൻ്റലിയാണ് ഈ ഗെയിമിൽ അവർ ബ്രേക്ക് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. ഈ വീട്ടിൽ അതിനുള്ള ബുദ്ധി ഇവിടെ ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ, സിജോയ്ക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോ, സിജോയ്ക്ക് ഈ ഗെയിം കളിക്കാനുള്ള ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ സിജോ നോറയ്ക്കെതിരെ എറിയും. കാരണം ഇത് മാങ്ങയുള്ള മാവിലേ നമ്മൾ കല്ലെറിയുള്ളൂ. കാരണം എന്താ, മാങ്ങ വീഴണമല്ലോ. കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങ വീഴണം. അതുപോലെ കരയിപ്പിച്ച ആളുകളെ ടീമിൽ നിന്ന് പുറത്താക്കണം. ഒരാൾ ടീമിൽ നിന്ന് വെളിയിലിറങ്ങി കഴിഞ്ഞാൽ കളിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ കരയാൻ അല്ലെങ്കിൽ ഇമോഷണലി ഡൗൺ ആവാൻ സാധ്യതയുള്ളവരുടെ നേർക്ക് മാത്രമേ ഈ ടാസ്കിൽ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ടാസ്കിൻ്റെ പ്രത്യേകത. ഇമോഷണലി അവർ വീക്ക് ആവണം, അല്ലെങ്കിൽ വീക്ക് ആക്കണം, അല്ലെങ്കിൽ വീക്ക് ആവുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്കെതിരെ മാത്രമേ ഇത് കളിക്കാൻ പറ്റുള്ളൂ. അപ്സരയ്ക്കെതിരെ കളിക്കാൻ പറ്റും, നോറയ്ക്കെതിരെ കളിക്കാൻ പറ്റും. മനസ്സിലായോ? ജിൻഡോയെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ ലെവൽ വെച്ചേ കളിക്കാൻ പറ്റുന്നത്. അല്ലാതെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിന് നേരെ ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഋഷിക്ക് നേരെ കളിക്കാൻ പറ്റും. സെൻസിറ്റീവ് ആയിട്ടുള്ള, ചുരുക്കി പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരെ മാത്രമേ നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ മെൻ്റലി ഉള്ള വേർഡ്സ് കൊണ്ട്. പക്ഷേ കളർ ബോംബ് വെച്ചാണെങ്കിൽ നമുക്ക് കുറേ സ്കോർ നേടാം. അത് വേറൊരു ഫാക്ടറാണ്. അപ്പോൾ ഇത്രയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത അപ്ഡേഷൻസ് ആയിട്ട് വരാം. നിങ്ങൾക്ക് ഈ ടാസ്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം. അടുത്ത അപ്ഡേറ്റ് വരാം ബിഗ് ബോസ് ലൈവ് വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.